ഈ ലാലേട്ടനെ കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് നന്നായി കളിക്കുന്ന ആൾക്കാരെയൊക്കെ അവിടുന്ന് പെട്ടെന്ന് പുറത്താക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പ്രേക്ഷകരെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വോട്ട് മാനിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ പ്രേക്ഷകർ തീരുമാനിക്കണം ഈ പറഞ്ഞ പോലെ ആരാ ഔട്ടാവണം ഔട്ടാവണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു അൺഫെയർ ഓട് ഈ PR വർക്ക് കാരണം ഇങ്ങനെ കുറേ ആൾക്കാർ നല്ല നല്ല ആൾക്കാരൊക്കെ പുറത്ത് പോകുന്ന പോലെ തോന്നുന്നു, ബാക്കിയുള്ളവരുടെ PR വർക്ക് കാരണം. എല്ലാ വർഷവും ഇങ്ങനല്ലേ മോനെ, ഇതൊരു ഗെയിമായിട്ട് നമ്മൾ കണ്ട് ഈസി ആയിട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ലോകം എല്ലാ ഫീൽഡും അങ്ങനെയൊക്കെ തന്നെ അല്ലേ. കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്, ബിസിനസ് മൈൻഡാണ്. ഈവൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വരെ ബിസിനസ് ഫീൽഡാണ്. അപ്പം നമ്മൾ എല്ലായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റത്തുള്ളൂ. സന്തോഷം, ഇത്രയും ദിവസം നിന്നല്ലേ. ഗെയിമായിട്ട് എടുക്കുമ്പോൾ ഈസി ഇത് കണ്ടാൽ മതി. അതുപോലെ തന്നെ രശ്മിക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. അവളുടെ കരിയർ പിന്നെ ഒരു ആർക്കിടെക്റ്റും ആണല്ലോ, ആ രീതിയിലും അവള് നന്നായിട്ട് പെർഫോം ചെയ്തു. ഞങ്ങളത് ഈസി ആയിട്ട് എടുക്കുക, ഫാമിലി ഗെയിമായിട്ട് എടുക്കുന്നു. സന്തോഷം തന്നെ, അങ്ങനെ വലിയ പ്ലാറ്റ്ഫോം കിട്ടി തന്നെ. അത് തന്നെ എല്ലാവരും തിരിച്ചറിയുന്നു. അവള് പ്രൊഫഷണൽ ആർക്കിടെക്റ്റ് തന്നെയാണ്. പിന്നെ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പിള്ളേരല്ലേ, പുതിയ ജനറേഷൻ, അവർക്ക് ഐഡിയാസൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഓരോ ഇതല്ലേ മോനെ, ഇങ്ങനെ പലതും പറയും. നമ്മൾ ഈസി ആയിട്ട് ഇതിനകത്ത് കേസൊന്നും പറ്റില്ലല്ലോ, അത് പിന്നെ പുള്ളി ചുമ്മാ പറയുന്ന. അമ്മ വരുമ്പോ എന്താ കൊണ്ടുവന്നേ? നീ ആള് സ്മാർട്ടാട്ടോ. ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അമ്മയുടെ ഗെയിമൊക്കെ ഉണ്ടായി. മിഠായി കൊടുക്കാൻ പോകുന്നുണ്ടോ? അമ്മയ്ക്ക് മിഠായി കൊടുക്കുന്നുണ്ടോ? അമ്മക്ക് ബിഗ് ബോസിലെ അമ്മയുടെ ഗെയിം ഒക്കെ കണ്ടിരുന്നോ? അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. എന്താന്ന്? ചോക്ലേറ്റ് മുഴുവൻ ഒരു പെട്ടിയില്. അമ്മേനെ ടിവിയിൽ കണ്ട? ലാലേട്ടനെ അറിയില്ല? ലാലേട്ടന്റെ ഒരു ഇത് പറ, ഒരു പാട്ട് പറ. ലാലേട്ടനെ പാട്ട് പാടി കൊടുക്കുക. അമ്മ വരുമ്പോ എനിക്ക് മിഠായി കൊണ്ടുവരാറുണ്ട്. എനിക്ക് വേൽമുരുക പാടുവോ?